തുണിയുടെ അലക്കിട്ടേര്. രേവതിയുടെയാ, വിലയുള്ളതാ. നിന്റെ വൈരേഖത്ത് നിന്റെ കീറി കളഞ്ഞേക്കല്ലേ. രേവതി അലക്കിക്കോളില്ലേ അമ്മ? ഓ, എന്റെ കൊച്ചിന്റെ 2 തുണി കഴുകാൻ പറഞ്ഞപ്പോഴത്തേന് നീ മറുചോദ്യം ചോദിക്കുന്നു. നിനക്ക് പറ്റത്തില്ലേ പറഞ്ഞാ മതി, ഞാൻ അലക്കിക്കോളാം. അതല്ല, രേവതി ഇവിടെ ഒരു പണി ചെയ്യണ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, എന്റെ കൊച്ചു നിന്നെപ്പോലെ ഗതിയില്ലാത്തടത്തൊന്നും അല്ല. ഇവിടെ ഞാൻ അവളെ കുനിഞ്ഞൊരു ഇല പോലെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അവളെ വളർത്തിയത്. അവിടെ ഭർത്താവും വീട്ടുകാരും അതേപോലെ അവളെ നോക്കുന്നത്. നീ കണ്ടിട്ടില്ലേ അവളെ? അവൻ കൈവെള്ളയില കൊണ്ട് നടക്കുന്നത്. എന്റെ കൊച്ചിന്റെ സൗന്ദര്യം കണ്ടട്ടെ അവൻ ഇങ്ങോട്ട് വന്നാ ചോദിച്ചത്. അറിയാം എനക്ക്. അവരുടെ ലവ് മാരേജ് അല്ലായിരുന്നോ? വേണ്ടാതിനും പറഞ്ഞേക്കല്ലേ കേട്ടാ. അല്ല, ഏട്ടൻ പറഞ്ഞു ലവ് മാരേജ് ആയിരുന്നു. അവന് വട്ടാ. എന്റെ കൊച്ചിനെ ആലോചിച്ചാ ഈ കല്യാണം നടത്തിയത്. അവന്റെ കുടുംബം നല്ലതാണ്ടേ ഞങ്ങൾ ആ കല്യാണം നടത്തിയത്. അല്ലാതെ ലവ് മാരേജ് ഒന്നും അല്ല. എന്റെ കുടുംബത്തിലെ ഇതുപോലൊരു നല്ല അടക്കമൊതുക്കുള്ള കൊച്ചില്ല. ഞാൻ അങ്ങനെ അവളെ വളർത്തിയത്. നിനക്ക് നനയ്ക്കാൻ പറ്റത്തില്ലേ പറഞ്ഞാ മതി, ഞാൻ നനയ്ക്കോളാം. അല്ല, ഞാൻ നനച്ചോളാം, ഞാൻ ചെയ്യാം.